ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് പോകണം എന്ന് വിചാരിച്ചിരുന്നിട്ട് നടക്കാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. വേറെ എങ്ങുമല്ല, നമ്മുടെ ഭീമ ജ്വല്ലറിയിലേക്കാണ് കേട്ടോ പോകുന്നത്. മാർത്താണ്ഡത്തുള്ള ഭീമ ജ്വല്ലറിയിലേക്കാണ് പോകുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഒരു വെള്ളിക്കൊലുസ്, പിന്നെ ഒരു കമ്മൽ, ഇതൊക്കെ മാറാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് മാറി ഒരു ഡെയിലി യൂസിന് പറ്റിയ കമ്മലൊക്കെ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സെറ്റാക്കാം നമ്മുടെ ഭീമയിലേക്ക് യാത്ര വരൂ ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. വെള്ളിക്കോലുസിന്മേൽ ചുറ്റിപ്പിടിക്കല്ലേ തൊട്ടാവാടി തയ്യേ, അങ്ങനെ തൊട്ടാവാടി തയ്യേ ചുറ്റിപ്പിടിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെള്ളിക്കൊലുസിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കുറേയൊക്കെ നോക്കി നല്ലൊരു വെള്ളിക്കൊലുസ് നോക്കി സെലക്ട് ചെയ്ത് കേട്ടോ. അത് ഞാൻ കാണിക്കാം, ഞാൻ സെലക്ട് ചെയ്തത് ഞാൻ കാണിക്കാം കേട്ടോ ഫ്രണ്ട്സ്. വളരെ നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ, വളരെ നല്ല കളക്ഷൻ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തത് നമ്മൾ കമ്മലുകളുടെ സെക്ഷനിലേക്കാണ് പോകുന്നത്. എൻ്റെ ഈശ്വരോ, കമ്മലുകളൊക്കെ കണ്ട് ഞാൻ ഞെട്ടി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേവററ്റ് എന്ന് പറഞ്ഞാൽ ജിമുക്കാണ് കേട്ടോ. ജിമുക്ക വിട്ടൊരു പരിപാടിയില്ല. പക്ഷേ ചേട്ടനും അവിടെ നിൽക്കുന്ന ചേട്ടനും പറഞ്ഞു, അതെപ്പോഴും നമ്മൾ ഈ ജിമുക്ക തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, ഇത്തിരി ഫാൻസി കമ്മലുകളൊക്കെ ചേരും എന്ന് പറഞ്ഞു. അപ്പോൾ ആ സോപ്പിലങ്ങ് വീണതൊന്നുമല്ല. എന്നാലും എനിക്ക് കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. എന്തെന്ന് വെച്ചാൽ ജിമുക്ക് മോഡലാണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ ജിമുക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ ഒരു ടൈപ്പ് കമ്മലാണ് ഞാൻ എടുത്തത് കേട്ടോ. അത് ലാസ്റ്റ് ഞാൻ ഫോട്ടോ കാണിക്കാം ഫ്രണ്ട്സ്. കൊലുസും എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്ത് അവർ ബില്ലടിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ബലൂണ് നമ്മുടെ മാസ്റ്റർ പീസാണ് ഫ്രണ്ട്സ്. പൊന്നുക്കുട്ടന് ബലൂണ് വേണമെന്ന് പറഞ്ഞു. അവിടെ അപ്പോൾ അപ്പുറത്ത് പോയി ചോദിക്കുന്നുണ്ടായിരുന്നു. ബലൂണൊക്കെ തരും കേട്ടോ, എത്ര വേണമെങ്കിലും ബലൂണ് തരും. 1, 2, 4 ഒക്കെ ബലൂണ് തരും കേട്ടോ. അങ്ങനെ ഒരു ബലൂൺ ആദ്യം ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ അതിൻ്റെ കമ്പ്, അതിൻ്റെ ആ സ്ട്രോ ഉണ്ടല്ലോ, അത് ഒടിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ വേഗം പോയി അടുത്തത് അത് വേണ്ടെന്നും പറഞ്ഞ് അച്ഛനെയും കൊണ്ടുപോയി വേറൊരു സ്ട്രോയും വാങ്ങി ആ ബലൂണൊക്കെ വാങ്ങിക്കൊണ്ട് വീണ്ടും വന്നിട്ടുണ്ട് ആൾ. എന്നിട്ട് കയ്യിൽ വെച്ച് കളിക്കുകയാണ് കേട്ടോ. വേറൊരു വലിയ കുട്ടി അവിടെ നിന്ന് കളിക്കുന്ന കണ്ടിട്ട് അതുപോലെ ചെയ്യുകയാണ്. കയ്യിൽ ബാലൻസ് ചെയ്ത് കളിക്കില്ലേ ഫ്രണ്ട്സ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഒരു ബലൂണ് കിട്ടിയപ്പോൾ ആളുടെ സന്തോഷം കണ്ടില്ലേ. പിന്നെ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ തിരിച്ചു പോകാൻ നേരത്ത് പൊന്നുക്കുട്ടൻ ബൈക്കിൻ്റെ ഫ്രണ്ടിലാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ ബലൂണ് പറന്നു പോയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബലൂണ് ഞാൻ വാങ്ങി കയ്യിൽ പിടിച്ച് ഒരു 2 മിനിറ്റ് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഉടനെ ബലൂണ് പൊട്ടി ഫ്രണ്ട്സ്. പിന്നെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ, കുഞ്ഞിൻ്റെ കയ്യിലിരുന്ന് പൊട്ടിയെങ്കിൽ കുഴപ്പമില്ല, അവൾ തന്നെ സമാധാനിച്ചോളൂ. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് പൊട്ടിപ്പോയതുകൊണ്ട് അമ്മ കുത്തി പൊട്ടിച്ചു എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളോ. പിന്നെ വഴിയിലിറങ്ങി വേറെ എന്തൊക്കെയോ സാധനമൊക്കെ വാങ്ങിക്കൊടുത്താണ് സമാധാനപ്പെട്ടത് കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ കുഞ്ഞിൻ്റെ ബലൂണും പൊട്ടിച്ചു. സെലക്ട് ചെയ്ത കമ്മലും കൊലുസും ഇതാണ് കേട്ടോ. ഇഷ്ടമായാലൊരു ലൈക്ക് തരണേ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം കേട്ടോ.